നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ തുടർച്ചയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു. രാഹുലിനെതിരെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. DGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഒരു BJP-കാരനും കള്ളവോട്ട് ചേർക്കുകയോ കള്ളവോട്ട് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇനിയും വോട്ട് ചേർക്കുമെന്ന് ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്തു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് പൂർത്തിയായി. 13-കാരിയെ പീഡിപ്പിച്ച കേസിൽ 19-കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെങ്കിടങ്ങ് സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനക്കൂട്ടം റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും കേരളത്തിലെത്തും. നവംബർ 10 മുതൽ 18 വരെ അർജന്റീന ടീം കേരളത്തിലുണ്ടാകുമെന്ന് സംഘാടകർ. വാർത്തകൾ വിശദമായി. ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ തുടർച്ചയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ സമ്മർദ്ദമേറി. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജിവേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതായാണ് സൂചന. അതേസമയം രാജി ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ കുരുക്കിലാക്കി പുതിയ ശബ്ദരേഖ പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ആരോപണങ്ങളിൽ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. DGPയോട് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരു കമ്മീഷനുകളും നിർദ്ദേശം നൽകി. എറണാകുളം സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതല്ല, രാജിവെച്ചതാണ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ ഇടതുപക്ഷത്തിന് ധാർമ്മികതയില്ലെന്നും ഇടതു നേതാക്കൾക്കെതിരെ സമാനമായ പരാതി ഉയർന്നപ്പോൾ ആരും രാജിവെച്ച് കണ്ടില്ലെന്നും അവർ പറഞ്ഞു. No, but we should get some official complaint. Yes, everybody, CLP leader also responded on this issue. So I don't have to say anything because that chapter 2 days before is over. Since we didn't get, the party didn't get any complaint. The LDF is demanded, you demanded Mr. Mukesh resignation when he was receiving similar complaints from other ladies. Yes, they are still in the party. They are still MLAs. They are still ministers. Congress will follow the same footsteps. No, we will not. That is why Rahul Manguttam has already resigned. But he is still an MLA. The opposition parties are demanding the resignation. Look, opposition party may say a lot of things. I will ask the opposition party to look into their party matters first and then tell about Congress. Is it morally okay to continue in MLA? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതാണ്. ചൂഷകനല്ലാത്ത MLA വേണം എന്നത് പാലക്കാടിന്റെ അവകാശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ BJP ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അതേസമയം ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലും അദ്ദേഹം പ്രതികരിച്ചു. CPM-ഉം പിണറായി വിജയനും അയ്യപ്പ സംഗമം നടത്തുന്നു. മുഖ്യാതിഥിയായി സ്റ്റാലിനും. ചിരിക്കണോ കരയണോ എന്നറിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ കുറേ ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു CPM ശബരിമലയുടെ സമയത്ത് എന്തെല്ലാം ചെയ്തു, ഭക്തന്മാരെ ജയിലിലയച്ചു. ഇന്നും കുറേ ആൾക്കാർ ജയിലിലും കോർട്ടിലെല്ലാം പോകുന്നുണ്ട്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് DMK സർക്കാർ സ്റ്റാലിൻ്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ,
ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഫെയ്ത്തിൻ്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഇന്ന് എലക്ഷൻ്റെ 4 മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഹമാസും ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന അതൊരു കമ്പാരിസൺ. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധ സമരം നടത്തി. തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ നടന്ന പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നേതാക്കൾ മാത്രമല്ല, മറ്റു വ്യക്തികൾ പോലും ആദരിക്കുന്ന ശ്രീ കരുണാകരൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെയും അതുപോലെ തന്നെ മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് ഒന്നല്ല രണ്ടല്ല നിരവധി സ്ത്രീകളാണ് ഈ ലൈംഗിക അതിക്രമം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഓരോ ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ഒരു BJP-കാരനും കള്ളവോട്ട് ചേർക്കുകയോ കള്ളവോട്ട് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. BJP സംസ്ഥാനതല ശില്പശാല തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമം അനുവദിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചേർക്കുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ആരെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചതിന്റെ പേരിൽ ജീവിതാവസാനം വരെയും അവിടെ താമസിക്കണമെന്നില്ല. വോട്ട് ചേർത്തത് കർണാടകയിൽ നിന്നുമല്ല. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. BJP കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. അതേസമയം K. സുരേന്ദ്രൻ, V. മുരളീധരൻ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തില്ല. ആ കുടുംബത്തിലെ റാണിയോ രാജകുമാരനെയോ രാജകുമാരിയോ ചോദ്യം ചെയ്താൽ അപ്പോഴ് ജനാധിപത്യം അപകടത്തിലായി എന്നാണ് പറയുന്നത്. ഏറ്റവും ഉന്നത കോടതി പല പ്രാവശ്യം പറഞ്ഞു, മാന്യമായിട്ട് സംസാരിക്കണം, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്വതയോടുകൂടി പ്രതികരിക്കണം. എല്ലാ പ്രാവശ്യവും കോടതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 10 ദിവസം മുമ്പാണ് പറഞ്ഞത്, നിങ്ങൾ പക്വതയോടുകൂടി പ്രതികരിക്കണം എന്ന് പറഞ്ഞത്.
അപ്പോഴും എന്താണ് പറഞ്ഞത്? കുടുംബത്തിനെതിരെ സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. തൃശൂർ പാർലമെന്റിൽ 60,000-ലധികം വ്യാജ വോട്ട് ചേർത്തു. ഈ വിവരങ്ങൾക്കായി AICC അംഗം അനിൽ അക്കര വിവരാവകാശം നൽകി. ജില്ലാ കളക്ടർക്ക് നൽകിയ അപേക്ഷ കളക്ടർ തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭൗതിക സ്വത്താണെന്ന് പറഞ്ഞാണ് തള്ളിയത്. കഴിഞ്ഞ 14-നാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും അടക്കമുള്ളവരുടെ വോട്ട് ചേർത്ത വോട്ടർ പട്ടികയുടെ പകർപ്പും വോട്ട് ചേർക്കാൻ ഉപയോഗിച്ച റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമമനുസരിച്ച് അപേക്ഷ നൽകിയത്. രേഖകൾ പുറത്തു വരരുതെന്ന് സുരേഷ് ഗോപിയും BJPയും ആഗ്രഹിക്കുന്നത് പോലെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറും ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ താൽപര്യത്തിന്റെ ഭാഗമായാണ്. ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും TN പ്രതാപൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല. ഇത് ഇലക്ഷൻ കമ്മീഷന് ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിവരാവകാശ ഞങ്ങൾ ഫിസിക്കൽ സാക്ഷികളെ കൂടി കൊടുത്തിട്ടുണ്ട്. അതേ ബൂത്തിലുള്ള ആളുകളെ സാക്ഷി കൊടുത്തിട്ടുണ്ട്. അവരെ മൊഴി ഉടൻ എടുക്കുമെന്ന് വിശ്വസിക്കുകയാണ്. പോലീസ് എന്താ ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഭാഗത്ത് അതുകൂടി ഞങ്ങൾ നോക്കുന്നത്. കാരണം ഇതിനകത്ത് ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടുള്ള പോലീസ് നടപടികളുടെ സുതാര്യതയും ഞങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ രേഖ വോട്ടർ പട്ടികയുടെ കോപ്പി തരാൻ എന്താ ബുദ്ധിമുട്ട്? കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയുടെ കോപ്പി തരാൻ എന്താ ബുദ്ധിമുട്ട്? ആ കോപ്പി തരാനോ ഇലക്ഷൻ ബൂത്തുകളിൽ വിതരണം ചെയ്തതല്ലേ? പോളിംഗ് ഏജന്റുമാർക്കും പിന്നെ സ്ഥാനാർത്ഥികൾക്കും വിതരണം ചെയ്തതല്ലേ? പക്ഷെ ഒഫീഷ്യൽ രേഖയായി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് വിവരാവകാശ പ്രകാരം കൊടുത്തത്. അപ്പൊ ഇലക്ഷൻ ദിവസത്തിൽ പോളിംഗ് ഓഫീസർമാർക്കും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും കൊടുത്ത കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയുടെ വിവരാവകാശ പ്രകാരമുള്ള ഒഫീഷ്യൽ കോപ്പിയാണ് ഞങ്ങൾ ചോദിച്ചത്. ആദ്യം ഡെപ്യൂട്ടി കളക്ടർ തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴിയെടുക്കും. TN പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കുക. അന്വേഷണത്തിൽ TN പ്രതാപൻ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയത്. വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചേർത്തുവെന്നാരോപിച്ചാണ് TN പ്രതാപൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത്. സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപി ഉൾപ്പെടെ മുക്കാട്ടുകരയിൽ നിയമവിരുദ്ധമായി 11 വോട്ടുകൾ ചേർത്തു എന്നാണ് TN പ്രതാപന്റെ പരാതി. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ. ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു. റീൽസിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ റീൽസ് ചിത്രീകരിച്ചതിൽ മാപ്പ് ചോദിച്ചത്. വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് ജാസ്മിനെതിരായ പരാതി. ഗുരുവായൂർ ക്ഷേത്രസന്നിധി ക്ഷേത്രവിരുദ്ധരുടെ സങ്കേതമാകുന്നതായി ഹിന്ദു ഐക്യവേദി. ഹൈക്കോടതി വിലക്ക് നിലനിൽക്കെ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിച്ചത് ദേവസ്വത്തിന്റെ ഗുരുതരമായ വീഴ്ചയും വിശ്വാസികളോടുള്ള വെല്ലുവിളിയുമാണ്. ഇത്തരം ക്ഷേത്രവിരുദ്ധമായ റീൽസ് ചിത്രീകരണം നടക്കുന്നത് കോടതി അലക്ഷ്യത്തിനും ക്ഷേത്രവിരുദ്ധ കാര്യങ്ങൾക്കും ദേവസ്വം കൂട്ടുനിൽക്കുന്നതിന് തെളിവാണ്. ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഒഴിവാക്കി വലിയ വാഹനങ്ങൾ തീരദേശ ഹൈവേയിലൂടെ കടത്തിവിടാനാണ് നീക്കം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ സർവീസ് റോഡുകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അടിപ്പാതയിലൂടെ കടന്നുപോകാൻ പോലീസ് സേവനം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ സ്വീകരിക്കുക. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിലെ സർവീസ് റോഡ് ടാർ ചെയ്തു. ടാറിങ്ങിന്റെ ഭാഗമായി വാഹനങ്ങൾ വഴിമാറ്റിവിട്ടതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ എറണാകുളം റൂട്ടിലെ സർവീസ് റോഡിലാണ് ടാറിംഗ് തുടങ്ങിയത്. ടാറിങ്ങിന്റെ ഭാഗമായി മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയിലൂടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നു. ഇതിനായി മറുഭാഗത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തതോടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പേരാമ്പ്രയിൽ സർവീസ് റോഡുകളുടെ റീടാറിംഗ് പുരോഗമിക്കുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ടാറിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുവെങ്കിലും പോലീസ് ഇടപെട്ട് വാഹനങ്ങളെ നിയന്ത്രിച്ച് കടത്തിവിട്ടതിനാൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവീസ് റോഡുകൾ കേടുവന്ന ഭാഗത്തും ടാറിംഗ് തകർന്ന കുഴികൾ രൂപപ്പെട്ട ഭാഗത്തുമാണ് റീടാറിംഗ് നടക്കുന്നത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങളും റോഡിന്റെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും RTOയും ഉൾപ്പെട്ട സംഘം ആമ്പല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിശോധന നടത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നതിനാണ് ജില്ലാ കളക്ടർ മുരിങ്ങൂരിൽ എത്തിയത്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP PC ബിജുകുമാർ എന്നിവരും റിപ്പോർട്ട് ശേഖരണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തി. സനീഷ് കുമാർ ജോസഫ് MLA, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത എന്നിവരും മുരിങ്ങൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ജില്ലാ കളക്ടറോട് പരാതി പറഞ്ഞു. പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ 19കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ. വെങ്കിടങ്ങ് ഇടിയഞ്ചിറ സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷീഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകൾ എത്തിയത്. കുട്ടിയാന ഉൾപ്പെടെ 5 ആനകളാണ് സംഘത്തിലുണ്ടായിരുന്നത്. റിസോർട്ടിന്റെ ഗേറ്റ് തകർത്താണ് ആനകൾ അകത്ത് കടന്നത്. പാർക്കിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ ആനകൾ ആളുകൾ ബഹളം വെച്ചതോടെ പുറത്തേക്ക് പോയി. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. കേരള സർക്കാരുമായി ചേർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡാണ് അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവെക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി.
ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഏതു സമയത്തും ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ. മഹാരാഷ്ട്രയിലും മറ്റും നടന്നതുപോലെയുള്ള വോട്ട് കൊള്ള തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിലും നടന്നുവെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കി. Sold out already today. I was speaking to him. He went there, stayed there, experienced everything, and then he has written this book. It's a wonderful book. Now coming back to Rahul Gandhi ji. In Jaipur session, Rahul ji was talking to us. He was explaining his experience, his childhood, how he was brought up, then he went to the college in abroad. So I was listening very carefully. ശ്രീനാരായണപുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ക്ഷേത്രഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെ ആണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കറുകുറ്റി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ കേസിലും വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷ്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. മതിലകം SHO MK ഷാജി, SIമാരായ അശ്വിൻ റോയ്, TN പ്രദീപൻ, ASI പ്രജീഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ നഗരത്തിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തിയത്. തോക്കുകൾ ഏന്തി യൂണിഫോമിൽ 50ഓളം വരുന്ന സംഘം റൂട്ട് മാർച്ച് നടത്തി. കാണികൾക്ക് കാഴ്ച ആകാംക്ഷയായി. കേരള പോലീസ് സംഘവും ദ്രുതകർമ്മസേനയെ അനുഗമിച്ചിരുന്നു. വാഴാനി ഡാം ഷട്ടറുകൾ തിങ്കളാഴ്ച രാവിലെ 11-ന് തുറക്കുമെന്ന് ഡാം അധികൃതർ അറിയിച്ചു. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡാം ഷട്ടറുകൾ 5 സെന്റിമീറ്റർ തുറന്ന് വെള്ളം വടക്കാഞ്ചേരി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 60.24 മീറ്ററാണ്. 62.48 മീറ്ററാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ്. വടക്കാഞ്ചേരി, കേച്ചേരി, മുക്കോല എന്നീ പ്രദേശങ്ങളിൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. പാടശേഖരം മുഴുവൻ മദ്യക്കുപ്പികൾ നിറഞ്ഞതിനാൽ കൃഷി ഇറക്കാൻ കഴിയാതെ ദുരിതത്തിലായി കർഷകർ. തെക്കുംകര മണലുത്തറ വിരുപ്പാക്ക റോഡരികിലെ പാടശേഖരത്തിലാണ് മദ്യപാനികളുടെ വിളയാട്ടം. റോഡരികിലിരുന്ന് മദ്യപിച്ചതിനു ശേഷം കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമീപത്തെ പാടശേഖരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. മണലുത്തറ സ്വദേശി ബോബന്റെ 1 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികളും നാട്ടുകാരും കർഷകരും ചേർന്ന് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പെറുക്കിയെടുത്തത്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് കുറവായതിനാലാണ് മദ്യപാനികൾ രാത്രി സമയങ്ങളിൽ തമ്പടിക്കുന്നത് എന്ന് കർഷകർ ആരോപിച്ചു. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം വരിച്ച് കീർത്തി മധു. തിരുവില്ലാമല പഞ്ചായത്തിലെ 8ാം വാർഡ് ഏരുകുളം മീനിക്കോട് സ്വദേശിനി മേച്ചിറക്കളം കീർത്തിക്ക് കൃഷി ജീവിതത്തിന്റെ ഭാഗമാണ്. പച്ചമുളക്, വെണ്ട, തക്കാളി, മത്തൻ, കുമ്പളം, കൊത്തമര, പയർ തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് വീടിന്റെ മട്ടുപ്പാവിൽ ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്നത്.
കൂടാതെ നാടൻ കോഴികൾ, താറാവ്, മീൻ വളർത്തൽ തുടങ്ങിയവയുമുണ്ട്. പഞ്ചായത്തിലെ ഏറ്റവും നല്ല മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള അവാർഡ് കീർത്തി മധു കരസ്ഥമാക്കിയിരുന്നു. കാവലിന് മാത്രമല്ല പട്ടി വളർത്തലിലൂടെ വരുമാനവും കണ്ടെത്താമെന്ന കീർത്തി തെളിയിക്കുന്നു. ലാബ്രഡോഗ് ഇനത്തിൽപ്പെട്ട പട്ടി വളർത്തി എല്ലാ വർഷവും കുട്ടികളെ വിൽപ്പനയും നടത്തുന്നുണ്ട്. കീർത്തിക്ക് പൂർണ്ണ പിന്തുണയായി ഭർത്താവ് മധുവും മക്കൾ കോളേജ് വിദ്യാർത്ഥിനികളായ അമിത, ആദിത്യ എന്നിവരുമുണ്ട്. സ്ഥലമില്ലെന്ന പരാതി പറയുന്നവർക്ക് വീടിന്റെ മട്ടുപ്പാവിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്നതിൽ കീർത്തി മാതൃകയാണ്. TCV ന്യൂസ്, തിരുവില്ലാമല. ദൈവ വ്യാപാശ്രയ ചികിത്സയെ ആധാരമാക്കി പ്രൊഫസർ ഡോക്ടർ PK ധർമ്മപാലൻ തയ്യാറാക്കിയ ആയുർവേദ ഋതു ആരോഗ്യ കലണ്ടർ ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രകാശനം ചെയ്തു. തൃശൂർ തെക്കേമഠം ഹാളിൽ നടന്ന ചടങ്ങിൽ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ ശ്രീമദ് പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൗൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ KG വേണുഗോപാലൻ, ഡോക്ടർ PK ധർമ്മപാലൻ, വടക്കുംപാട്ട് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വർഷത്തിൽ 3 പ്രാവശ്യം അനുഷ്ഠിക്കേണ്ടതായ ശുദ്ധിക്രിയകൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ലേബർ കോഡ് തൊഴിലാളി സമൂഹത്തിന്റെ കറുത്ത അധ്യായമാണെന്ന് HMS ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് അഭിപ്രായപ്പെട്ടു. HMS തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് ജവഹർ ബാലഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ നിയമങ്ങളെയെല്ലാം 4 കോഡുകളാക്കിയ കേന്ദ്ര നയം തൊഴിലാളികളുടെ ഭൂരിഭാഗം അവകാശങ്ങളും കവരുന്നവയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ട്രേഡ് യൂണിയനുകളും പുതിയ ലേബർ കോഡിനെ എതിർക്കുന്ന സാഹചര്യത്തിൽ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്തെ തൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. KS ജോഷി, G ഷാനവാസ്, രാഹുൽ V നായർ, MN സുരേഷ്, മോളി ജോബി തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാന കേരളം വിജ്ഞാന തൊഴിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. പാലക്കൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽ മേളയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മെമ്പർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവുമായി BJP. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് സൊസൈറ്റി. ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആശുപത്രി വികസനത്തിന് തടസ്സമാണെന്നും സ്ഥാപനത്തെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റണമെന്നും BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു. സ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം CPM-ന്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിലും വളരെയധികം ഫണ്ട് പിരിവും പല കടകളിലും ഈ സംഭാവന ബോക്സ് വെച്ചിട്ട് ഫണ്ട് പിരിവ് നടത്തുന്ന അനധികൃതമായി നടത്തുന്ന ഈ സ്ഥാപനം അവർ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഓഫീസിലോ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിക്കോട്ടെ. ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കരാർ ലഭ്യമല്ലെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. പാലിയേറ്റീവ് യൂണിറ്റിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി തുടങ്ങി മറ്റു സൗകര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയുടെ പേരിൽ സമീപ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ബോക്സ് സ്ഥാപിച്ച് നടത്തുന്ന പണപ്പിരിവിലൂടെയുള്ള വരുമാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചങ്കുളം ആരോപിച്ചു. നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ സർക്കാർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്. അത് ഒരു ഡമ്മിയാക്കി വെച്ചുകൊണ്ട് അവിടെ സുസ്ഥിര പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സൊസൈറ്റി നടത്തി വരികയാണ് വർഷങ്ങളായിട്ട്. പുതുക്കാട് ആമ്പല്ലൂർ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം ഉണ്ടിക വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഏരിയ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഒരു വാഹന പാർക്കിംഗ് ഇല്ല, അവിടെയുള്ള ആംബുലൻസ് വരെ പുറത്തിടേണ്ട ആവശ്യങ്ങൾ വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ അനധികൃതമായിട്ട് നടന്നു വരുന്നത്. താലൂക്ക് ആശുപത്രിയുടെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുവെന്നും BJP നേതാക്കൾ പറഞ്ഞു.
അതേസമയം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 2006 പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി തങ്കം പറഞ്ഞു. മേഖലയിൽ കിടപ്പുരോഗികളും മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും നിരവധിയുണ്ടായിരുന്ന കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മുൻമന്ത്രി സി രവീന്ദ്രനാഥ് MLA ആയിരിക്കെ 3 സർക്കാർ ആശുപത്രി അധികൃതർ ഏർപ്പെട്ട കരാർ നിലവിലുണ്ട്. നിലവിൽ 1000 രോഗികളും 300 കിടപ്പുരോഗികൾക്കും സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും സേവന സന്നദ്ധരായ ഡോക്ടർമാരും പരിശീലനം നേടിയ നഴ്സുമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ ആംബുലൻസ്, ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആശുപത്രിക്ക് വേണ്ടിയാണ്. TCV ന്യൂസ്, പുതുക്കാട്. ചാക്കാട്ടിക്കുന്നിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ജാമ്യം നേടിയ ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര സ്വദേശി ചെമ്പിശ്ശേരി വീട്ടിൽ ഗോകുലിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻവേലിക്കര സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ജഫ്രിനെയാണ് 1 വർഷം മുൻപ് പ്രതി ആക്രമിച്ചത്. ഗോകുലിനെതിരെ വധശ്രമം ഉൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പാർട്ട് ടൈം ജോലിക്കെന്ന പേരിൽ കുഴൂർ സ്വദേശിയായ യുവതിയെ കബളിപ്പിച്ച് 4,48,336 രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. തിരുപ്പൂർ സ്വദേശി മുഹമ്മദ് സമീറിനെയാണ് മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2023 ഒക്ടോബർ 6 മുതൽ 16 വരെയുള്ള തീയതികളിലാണ് തട്ടിപ്പ് നടന്നത്. ഓൺലൈനിലൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ച് ഉയർന്ന കമ്മീഷൻ നേടാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇനി വാണിജ്യം. വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തൃശൂരിൽ ആദ്യമായി 14 ക്യാരറ്റ് സിഗ്നേച്ചർ കളക്ഷനുകളുടെ പ്രത്യേക വിഭാഗം ആരംഭിച്ചു. സ്വർണ്ണാഭരണ ഹോൾസെയിൽ വിപണന രംഗത്ത് തൃശൂരിൽ ആദ്യമായി തൃശൂർ പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആരംഭിച്ച 14K സിഗ്നേച്ചർ കളക്ഷനുകളുടെയും നവീകരിച്ച ബോട്ടിക് കളക്ഷൻ ഉൾപ്പെടെയുള്ള ഷോറൂമിന്റെയും ആശീർവാദം ഫാദർ സോബിൻ പായിക്കട്ട് നിർവഹിച്ചു. ചടങ്ങിൽ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര, പാർട്ണർ ജേക്കബ് കോനിക്കര, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള VVS ക്ലാരിറ്റിയും EF കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജ്വല്ലറിയാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തൃശൂരിൽ ആദ്യമായിട്ടാണ് 14 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും വലിയൊരു സെക്ഷൻ തൃശൂർ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര പറഞ്ഞു. സ്വർണ്ണാഭരണ ഹോൾസെയിൽ വിപണന രംഗത്ത് ആദ്യമായി തൃശ്ശൂരിൽ ഒരു 14 ക്യാരറ്റ് ഗോൾഡ് ജ്വല്ലറി ഒരു സെക്ഷൻ തന്നെ അതിനുവേണ്ടി തുറന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഒരു ജ്വല്ലറിയിലും ഇല്ലാത്തൊരു ക്യാരറ്റ് സ്വർണ്ണമാണ് 14 ക്യാരറ്റ് ഓർണമെന്റ്സ്. അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഓർണമെന്റ്സുകളാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ചെറിയൊരു മാർജിൻ മാത്രം കണക്കാക്കി ഹോൾസെയിൽ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. തൃശ്ശൂരിൽ ആദ്യമായി ഹോൾസെയിൽ വിപണന രംഗത്ത് കോനിക്കര ഗോൾഡാണ് ആദ്യമായി ചുവടുവെച്ചത്. പള്ളിക്കുളം റോഡിനൊരു ഗോൾഡ് ഹബ്ബായി മാറ്റിയത് തന്നെ കോനിക്കര ഗോൾഡാണ്. സ്വർണ്ണനിധി പദ്ധതി പ്രകാരം പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി 11 മാസത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. കൂടാതെ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെ പ്രിവിലേജ് കാർഡുമായി വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872427 ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗിന്റെ ഹാപ്പി അവേഴ്സ് സമ്മാനിക്കാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് 20 മണിക്കൂർ ഷോപ്പിംഗിലൂടെ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത്. A24 ബ്ലാസ്റ്റ് എന്ന സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് സർപ്രൈസ് വിലക്കുറവിൽ ഉൾപ്പെടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഹാപ്പി അവേഴ്സിലൂടെ സ്വന്തമാക്കാനാവുക. ഞായറാഴ്ച രാവിലെ 6 മുതൽ 11 മണി വരെയുള്ള മണിക്കൂറുകളാണ് സ്പെഷ്യൽ ഓഫർ ഷോപ്പിംഗിനുള്ള നെസ്റ്റോയുടെ ഹാപ്പി അവേഴ്സ്. നിരവധി ഓഫറുകളിലൂടെയും 70% വരെ വിലക്കുറവിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനാകും. ഓണം കളറാക്കാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ നെസ്റ്റോ ഈ വരുന്ന സൺഡേ നമ്മൾ A24 ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓഫർ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. 20 hours കണ്ടിന്യൂസ് ഷോപ്പിംഗ്. അതിൽ തന്നെ നമ്മുടെ ഉള്ള ഓഫറുകളെ പൊട്ടിച്ചുകൊണ്ട് തന്നെ 6 AM to 11 വരെ ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് അത്രയും വിലക്കുറവിൽ നമുക്ക് മാർക്കറ്റിൽ പോലും കിട്ടില്ല. അതുപോലെ ഒരു ഹാപ്പി അവേഴ്സ് നമ്മൾ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന്
നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 5 കിലോ പഞ്ചസാര 215 രൂപയ്ക്കും പാൽ വെറും 23 രൂപയ്ക്കും 1 കിലോ ബോൺലെസ് ബീഫ് 299 രൂപയ്ക്കും ഗ്രിൽഡ് ചിക്കൻ 209 രൂപയ്ക്കും നാടൻ മുളകിട്ട ബീഫ് 99 രൂപയ്ക്കും വുമൻസ് 2 പീസ് സെറ്റ് 299 രൂപയ്ക്കും സ്വന്തമാക്കാം. കൂടാതെ പച്ചക്കറി, ഫ്രൂട്ട്സ്, സ്റ്റേഷനറി, ഫിഷറി, മീറ്റ്സ്, ഫാഷൻസ്, കിഡ്സ് ടോയ്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും സന്തോഷകരമായ ഷോപ്പിംഗിലൂടെ വിശ്വസിക്കാനാകാത്ത വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ്. തൃശൂർ പൂങ്കുന്നത്തിന് പുറമെ തിരൂർ, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും A24 ബ്ലാസ്റ്റ് ഹാപ്പി അവേഴ്സ് ഷോപ്പിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ തുടർച്ചയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു. രാഹുലിനെതിരെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. DGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഒരു BJPക്കാരനും കള്ളവോട്ട് ചേർക്കുകയോ കള്ളവോട്ട് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇനിയും വോട്ട് ചേർക്കുമെന്ന് ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ക്ഷമ ചോദിച്ച് ജാസ്മിൻ ജാഫർ വിവാദ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്തു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് പൂർത്തിയായി. പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ 19കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെങ്കടങ്ങ് സ്വദേശി നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനക്കൂട്ടം റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും കേരളത്തിലെത്തും. നവംബർ 10 മുതൽ 18 വരെ അർജന്റീന ടീം കേരളത്തിലുണ്ടാകുമെന്ന് സംഘാടകർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.